നമസ്കാരം. പ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ കുറിപ്പുകളിലൂടെ നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു പ്രധാന ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് ഒരേ സമയം ദൈവത്തിൻ്റെ പ്രവാചകനും പിന്നെ നമ്മളെപ്പോലെ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനും ആകാൻ കഴിയുന്നത്? ഈ രണ്ടു വശങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത്? ശരിക്കും അദ്ദേഹത്തെ ഒരു മനുഷ്യനായി അയച്ചതിൻ്റെ കാരണമെന്താണ്? ഇതൊരു കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം പോലെ തോന്നും. പക്ഷേ നിങ്ങൾ തന്ന ഈ രേഖകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം പൂരിപ്പിക്കുന്നവയാണ്. ഇതിലൊരു ഭയങ്കര മനോഹരമായ ഉപമയുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഈ ചർച്ചയുടെ ഒരു കാതൽ. കല്ലുകൾക്കിടയിലെ മാണിക്യം. കല്ലുകൾക്കിടയിലെ മാണിക്യം. അതെ. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ കല്ല് തന്നെ. പക്ഷെ അതിന്റെ ഉള്ളിലാണ് യഥാർത്ഥ മൂല്യം. പ്രവാചകന്റെ മനുഷ്യത്വം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ ദുർബലമാക്കുകയല്ല, മറിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ആ സാധാരണമായ മാനുഷിക അനുഭവങ്ങൾ എങ്ങനെയാണ് അസാധാരണമായ ഒരു മാതൃകയായി മാറിയതെന്ന് നമുക്ക് നോക്കാം. ഉപമ എനിക്കിഷ്ടപ്പെട്ടു. ശരി, അപ്പോൾ എൻ്റെ ആദ്യത്തെ സംശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തിനാണ് ഒരു മനുഷ്യൻ തന്നെ പ്രവാചകനാവുന്നത്? ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ ഒരു മാലാഖയെ അയച്ചിരുന്നെങ്കിൽ എളുപ്പമാകുമായിരുന്നില്ലേ? ഈ രേഖകളിൽ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതൊരു അടിസ്ഥാനപരമായ ചോദ്യമാണ്. അതിന് വ്യക്തമായ രണ്ട് കാരണങ്ങൾ ഈ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഒരു മാതൃകയാകാൻ. ഒരു മാലാഖയ്ക്ക് വിശപ്പറിയില്ല, ദാഹമറിയില്ല, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്നറിയില്ല, അല്ലേ? ശരിയാണ്. അപ്പോ വിശക്കുമ്പോൾ സത്യസന്ധത പുലർത്തുന്നതും ദേഷ്യം വരുമ്പോൾ വിവേകം കാണിക്കുന്നതും എല്ലാം നഷ്ടപ്പെടുമ്പോഴും പ്രതീക്ഷ കൈവിടാതിരിക്കുന്നതും എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ അതൊക്കെ അനുഭവിച്ച ഒരാൾക്കേ കഴിയൂ. അതെ, ആ മാതൃക വെറും വാക്കുകളിൽ ഒതുങ്ങരുത്. കറക്റ്റ്. അതൊരു യഥാർത്ഥ ജീവിതാനുഭവമാകണം. ശരിയാണ്. ആ വേദന യഥാർത്ഥമാകുമ്പോൾ മാത്രമേ അതിനോടുള്ള പ്രതികരണത്തിന് വിലയുണ്ടാകൂ. അപ്പൊ എന്താണ് രണ്ടാമത്തെ കാരണം? രണ്ടാമത്തെ കാരണം അത് നമ്മുടെയെല്ലാം ഒഴികഴിവുകളെ ഇല്ലാതാക്കാനാണ്. ഒഴികഴിവുകളോ? അതെ. പ്രവാചകൻ ഒരു മാലാഖയായിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാമായിരുന്നു, ഓ, അതൊക്കെ അദ്ദേഹത്തിന് സാധിക്കും, അദ്ദേഹം മാലാഖയല്ലേ. എനിക്കെങ്ങനെ പറ്റും, ഞാൻ വെറുമൊരു മനുഷ്യനല്ലേ എന്ന്. അതെ. എന്നാൽ പ്രവാചകൻ നമ്മളെപ്പോലെ രക്തവും മാംസവുമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ആ വാദത്തിന് പ്രസക്തി ഇല്ലാതാവുന്നു. ഒരു മനുഷ്യന് ധാർമ്മികമായും ആത്മീയമായും എത്രത്തോളം ഉയരങ്ങളിലെത്താൻ സാധിക്കുമെന്നതിന്റെ ഒരു ജീവിക്കുന്ന തെളിവായി അദ്ദേഹം മാറി. അപ്പൊ അവിടെയാണ് ഈ കല്ലുകൾക്കിടയിലെ മാണിക്യം എന്ന ആശയം വരുന്നത്. ശാരീരികമായ ഒരു കല്ല്, പക്ഷെ കർമ്മങ്ങൾ കൊണ്ട് ഒരു മാണിക്യം. അതെ. അദ്ദേഹത്തിന്റെ മൂല്യം അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നിട്ടും ഉയർന്നതല്ല, മറിച്ച് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നതുകൊണ്ടാണ് ഉയർന്നത്. ഓഹോ. ഒരു മനുഷ്യൻ എത്തിച്ചേരാവുന്ന പൂർണ്ണതയുടെ അടയാളം. അതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നത്, പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന്. അത് അദ്ദേഹത്തിന്റെ പദവി കുറയ്ക്കാനല്ല, അല്ല, മറിച്ച് മനുഷ്യനെന്ന നിലയിലുള്ള സാധ്യതകളെ ഉയർത്തിക്കാണിക്കാനാണ്. ഈ മനുഷ്യത്വം ഏറ്റവും തീവ്രമായി നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പരീക്ഷണഘട്ടങ്ങളിലാണ്. ഈ രേഖകളിലെ ചില സംഭവങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഒരു നിമിഷം നിശബ്ദനായിപ്പോയി. വ്യക്തിപരമായ നഷ്ടങ്ങൾ തന്നെ എടുക്കാം. ജനിക്കും മുൻപേ പിതാവ് മരിച്ചു. 6-ാം വയസ്സിൽ അമ്മയും താങ്ങും തണലുമായിരുന്ന മുത്തച്ഛനും പിന്നാലെ യാത്രയായി. പിന്നീട് തന്റെ കൺമുന്നിൽ വെച്ച് പ്രിയപ്പെട്ട ഭാര്യ ഖദീജ, മക്കൾ ഓരോരുത്തരായി, ഫാത്തിമയൊഴികെ എല്ലാവരും മരണപ്പെട്ടു. ഇതൊക്കെ ഏതൊരാളെയും തകർത്ത് കളയുന്ന അനുഭവങ്ങളല്ലേ? തീർച്ചയായും. ആ നഷ്ടങ്ങളുടെ ആഴം നമ്മൾ ഓർക്കണം. അതോടൊപ്പം അദ്ദേഹം സഹിച്ച ശാരീരികമായ പീഡനങ്ങളുമുണ്ട്. ത്വായിഫിലെ സംഭവം പോലെ. അതെ. ത്വായിഫിലെ ജനങ്ങള് കല്ലെറിഞ്ഞു ഓടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചെരിപ്പുകൾ രക്തം കൊണ്ട് നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ മുഖത്തു മുറിവേറ്റു, പല്ല് നഷ്ടപ്പെട്ടു. ഇതൊന്നും ഒരു പ്രതീകാത്മകമായ വേദനയായിരുന്നില്ല. അല്ല, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന യഥാർത്ഥവും തീവ്രവുമായ വേദനയായിരുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ മഹത്വം ഈ വേദനകളെല്ലാം സഹിച്ചു എന്നതിലല്ല, മറിച്ച് അതിനോട് അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചു എന്നതിലാണ്. അതെ, അതാണ് പോയിന്റ്. ത്വായിഫിൽ വെച്ച് തന്നെ കല്ലെറിഞ്ഞ ആ ജനതയെ ഒന്നടങ്കം നശിപ്പിക്കട്ടെ എന്ന് മാലാഖമാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ സ്പർശിച്ചു. വേണ്ട, അവർ അറിവില്ലാത്തവരാണ്, അവരുടെ പിന്തലമുറയിൽ നിന്നാതാലും ഏകദൈവ വിശ്വാസികൾ ഉണ്ടായേക്കാം എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്. വളരെ ശരിയാണ്.
അവിടെയാണ് സ്വാബിർ എന്ന അറബി വാക്കിന്റെ യഥാർത്ഥ അർത്ഥം വരുന്നത്. അത് വെറുതെയെല്ലാം സഹിച്ചു മിണ്ടാതിരിക്കലല്ല. അല്ല. ഇന്നത്തെ കാലത്ത് മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മള് റെസിലിയൻസ് എന്നൊരു വാക്കുപയോഗിക്കാറുണ്ടല്ലോ. ഉണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ തിരിച്ചുവരാനുള്ള കഴിവ്. അതെ. ഒരു പക്ഷേ സ്വാബിർ എന്ന ആശയത്തോട് ചേർത്ത് നിർത്താവുന്ന ഒന്നാണത്. പക്ഷെ അതിനൊരു ദൈവികമായ തലം കൂടിയുണ്ട്. ദൈവഹിതത്തിനു മുന്നിൽ അചഞ്ചലനായി തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊള്ളാനുള്ള ഒരു കഴിവ്. ശരിയാണ്. അദ്ദേഹത്തിന്റെ മനുഷ്യത്വം ആ വേദനയെ യഥാർത്ഥമാക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവാചകത്വം ആ വേദനയോടുള്ള പ്രതികരണത്തെ അങ്ങേയറ്റം ഉദാത്തമാക്കി. ഈ പൊതുജീവിതത്തിലെ മഹത്വം നമ്മൾ കാണുന്നു. പക്ഷേ എന്നെപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു സമൂഹത്തിന്റെ നേതാവ്, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, സൈന്യാധിപൻ, ഈ അധികാരങ്ങളെല്ലാം വീടിന്റെ വാതിൽക്കൽ അഴിച്ചുവെച്ച് ഒരു സാധാരണക്കാരനായി അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയിരുന്നു എന്ന്. ആ ജീവിതത്തെക്കുറിച്ച് ഈ രേഖകൾ എന്താണ് പറയുന്നത്? അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും മനോഹരമായ വശങ്ങളിലൊന്നാണ്. പൊതുജീവിതം, സ്വകാര്യ ജീവിതം എന്നിങ്ങനെ രണ്ട് തട്ടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ശരിക്കും എവിടെയും അദ്ദേഹം ഒരേ മനുഷ്യനായിരുന്നു, വിനയാൻവിതനായിരുന്നു. അധികാരം അദ്ദേഹത്തെ മാറ്റിയില്ല. നിങ്ങളുടെ കയ്യിലുള്ള കുറിപ്പുകളിൽ പറയുന്നത് പോലെ അദ്ദേഹം സ്വന്തം വസ്ത്രത്തിലെ കീറലുകൾ സ്വയം തുന്നുമായിരുന്നു, കേടായ ചെരിപ്പ് നന്നാക്കുമായിരുന്നു. ആ ആടിനെ കറക്കുമായിരുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. അതെ, ആടിനെ കറന്ന് വീട്ടുകാർക്ക് കൊടുക്കുമായിരുന്നു. വീട്ടുകാര്യങ്ങളിൽ ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്നതും ഇതിൽ പറയുന്നുണ്ടല്ലോ. അന്നത്തെ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ അതൊരു വിപ്ലവകരമായ കാര്യം തന്നെയായിരിക്കണം. തീർച്ചയായും. അതോടൊപ്പം ഈ രേഖകളിൽ നിന്ന് എന്റെ മനസ്സിൽ പതിഞ്ഞ മറ്റൊരു ചിത്രമുണ്ട്. മകൾ ഫാത്തിമയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം. ഫാത്തിമ മുറിയിലേക്ക് വരുമ്പോൾ ഒരു ജനതയുടെ നേതാവായ ആ പിതാവ് എഴുന്നേറ്റ് നിന്ന് മകളെ സ്വാഗതം ചെയ്യും. നെറ്റിയിൽ ചുംബിച്ച് സ്വന്തം ഇരിപ്പിടത്തിലിരുത്തും. പെൺകുട്ടികൾ ജനിക്കുന്നതൊരു അപമാനമായി കരുതിയിരുന്ന ഒരു സമൂഹത്തിലാണ് തന്നെ ഓർക്കണം. അതെ, അതൊരു പിതാവിന്റെ വാത്സല്യം മാത്രമല്ല, ഒരു സാമൂഹിക പരിഷ്കർത്താവിന്റെ നിശബ്ദമായൊരു സന്ദേശം കൂടിയായിരുന്നു അത്. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലെ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും സ്ഥിരതയോടെ പുലർത്തുന്ന ഒന്നാണ് മഹത്വമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അതെ, അതുകൊണ്ടാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർക്ക്, ഒരു ഭരണാധികാരിക്ക്, ഒരു കുടുംബനാഥന്, ഒരു സുഹൃത്തിന്, ഒരു അയൽവാസിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. ആ മാതൃക പ്രസംഗങ്ങളിൽ ഒതുങ്ങിയില്ല. സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അദ്ദേഹം അത് ജീവിച്ചു കാണിച്ചു. അധികാരം കയ്യിൽ വന്നപ്പോൾ അദ്ദേഹം എങ്ങനെ പെരുമാറി എന്നതിലേക്കാണ് ഇനി നമ്മുടെ ചർച്ച പോകുന്നത്. ചരിത്രത്തിൽ അധികാരം മനുഷ്യരെ എങ്ങനെ മാറ്റുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കാണുന്നത്. മക്കയുടെ വിജയം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. തന്നെയും അനുയായികളെയും വർഷങ്ങളോളം ക്രൂരമായി പീഡിപ്പിച്ച, ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച അതേ ശത്രുക്കൾ തന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. പ്രതികാരം ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും അവസരമുണ്ട്. എന്നിട്ടും പക്ഷെ അദ്ദേഹം അവരോട് പറഞ്ഞത്, ഇന്ന് നിങ്ങളോടൊരു പ്രതികാരവുമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ്. അതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ കാതൽ തന്നെ കാരുണ്യമായിരുന്നു എന്നതിന്റെ തെളിവാണത്. ശരിയാണ്. വാളുകൊണ്ടു കീഴടക്കിയ ശരീരങ്ങളെക്കാൾ ആ ഒരൊറ്റ വാചകം കൊണ്ട് അദ്ദേഹം കീഴടക്കിയത് ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെയാണ്. ചരിത്രത്തിലെ വിജയികൾ സാധാരണയായി പ്രതികാരത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും കഥകളാണ് എഴുതിച്ചേർത്തിട്ടുള്ളത്. അവിടെയാണ് പ്രവാചകൻ ഒരു പുതിയ ചരിത്രം രചിക്കുന്നത്. മനുഷ്യജീവനോടുള്ള അദ്ദേഹത്തിന്റെ ആദരവ് കാണിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഈ രേഖകളിലുണ്ട്. ഒരു ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ആദരസൂചികമായി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. കൂടെയുള്ളൊരാള് അത്ഭുതത്തോടെ അതൊരു ജൂതന്റേതാണല്ലോ എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതൊരു മനുഷ്യജീവിയല്ലേ? ഇന്നത്തെ ലോകത്ത് എത്രമാത്രം പ്രസക്തമാണ് ആ ഒരൊറ്റ ചോദ്യം. ആ ഒരു ചോദ്യത്തിൽ എല്ലാമുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീൻ അഥവാ ലോകത്തിന് മുഴുവൻ കാരുണ്യം എന്ന് ഖുർആൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഈ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ കാരുണ്യം മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഒരിക്കലുമില്ല. യുദ്ധരംഗത്ത് പോലും അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമാണ്. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുത്, ആരാധനയിൽ മുഴുകിയിരിക്കുന്ന പുരോഹിതന്മാരെ വെറുതെ വിടുക, മരങ്ങൾ മുറിക്കരുത്, കൃഷി നശിപ്പിക്കരുത്. അതെ, ആരാധനാലയങ്ങൾ തകർക്കരുത്. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലും കാത്തുസൂക്ഷിച്ച ഈ മനുഷ്യത്വമാണ് അദ്ദേഹത്തെ ഒരു സാധാരണ ഭരണാധികാരിയിൽ നിന്ന് പ്രവാചകനാക്കി ഉയർത്തുന്നത്. ശരി,
ഇനി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ഒന്നിലധികം വിവാഹങ്ങൾ. ഈ കുറിപ്പുകൾ പറയുന്നത് ഇത് കേവലം വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് വ്യക്തമായ സാമൂഹികവും രാഷ്ട്രീയവുമായ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ്. ഇതൊരു സങ്കീർണമായ വിഷയമാണ്. പക്ഷേ അതിനെ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ. വിമർശകർ പലപ്പോഴും സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണത്? ശാരീരികമായ താൽപ്പര്യങ്ങൾ ഏറ്റവും കൂടുതലുണ്ടാവുന്ന യൗവനകാലത്ത്, അതായത് 25 മുതൽ 50 വയസ്സുവരെ, അദ്ദേഹം ജീവിച്ചത് തന്നേക്കാൾ 15 വയസ്സ് മുതിർന്ന വിധവയായിരുന്ന ഖദീജ എന്ന ഒരൊറ്റ ഭാര്യയോടൊപ്പമാണ്. ശരിയാണ്. അവരുടെ മരണശേഷം കുറച്ചുകാലം അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിച്ചു. യൗവനത്തിന്റെ നല്ലൊരു ഭാഗവും ഏകപത്നീവ്രതം അനുഷ്ഠിച്ച ഒരാൾ തന്റെ 50കൾക്ക് ശേഷം പെട്ടെന്നൊരു സുഖലോലുപനായി മാറിയെന്നു പറയുന്നത് അതെത്രത്തോളം യുക്തിസഹമാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മദീനയിൽ വെച്ച് അദ്ദേഹം നടത്തിയ വിവാഹങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം സാമൂഹിക സുരക്ഷയായിരുന്നു. ആ കാലത്തെ യുദ്ധങ്ങളിൽ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അനാഥരായി. അവർക്ക് സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദ, ഉമ്മു സലമ പോലുള്ളവരെ അദ്ദേഹം വിവാഹം കഴിച്ചത്. ആയിഷയൊഴികെ മറ്റെല്ലാവരും വിധവകളോ വിവാഹമോചിതരോ ആയിരുന്നു. അതെ. അതോടൊപ്പം ഈ വിവാഹങ്ങൾക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ടായിരുന്നു. പ്രവാചക പത്നിമാരെ ഖുർആൻ വിശേഷിപ്പിച്ചത് വിശ്വാസികളുടെ മാതാക്കൾ എന്നാണ്. ഇതൊരു ബഹുമതി മാത്രമല്ല, ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയായിരുന്നു. എന്ത് തരം ഉത്തരവാദിത്തമായിരുന്നു അത്? അതിലൊന്ന് വിജ്ഞാന കൈമാറ്റമാണ്. പ്രവാചകന്റെ സ്വകാര്യ ജീവിതത്തിലെ പാഠങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, കുടുംബജീവിതത്തിലെ മാർഗനിർദ്ദേശങ്ങൾ, ഇതൊന്നും പുറം ലോകത്തിന് നേരിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. ശരിയാണ്. ആ അറിവുകൾ ലോകത്തിനു കൈമാറുക എന്ന വലിയ ദൗത്യം ഈ ഭാര്യമാർക്കായിരുന്നു. ഉദാഹരണത്തിന്, ആയിഷയിൽ നിന്ന് മാത്രം 2000-ലധികം ഹദീസുകൾ, അതായത് പ്രവാചക വചനങ്ങൾ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓഹോ. അവർ വെറും ഭാര്യമാരായി ഒതുങ്ങിക്കൂടിയില്ല, പണ്ഡിതരും നിയമജ്ഞരും സമൂഹത്തിലെ നേതാക്കളുമായി മാറി. സാമൂഹിക പരിഷ്കരണവും ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് രേഖകൾ പറയുന്നുണ്ടല്ലോ. സൈനബുമായുള്ള വിവാഹം പോലെ ഇരുന്നു. ദത്തുപുത്രൻ യഥാർത്ഥ പുത്രനല്ലെന്നും ഈ നിയമം തെറ്റാണെന്നും പഠിപ്പിക്കാൻ ദൈവകൽപ്പനാപ്രകാരമാണ് അദ്ദേഹം സൈനബിനെ വിവാഹം കഴിച്ചത്. അതോടൊപ്പം സമാധാന ഉടമ്പടികളും ഈ വിവാഹങ്ങളുടെ ഭാഗമായിരുന്നു. ശത്രുഗോത്രങ്ങളിലെ തലവന്മാരുടെ പെൺമക്കളായ സഫിയ, ജുവേരിയ എന്നിവരുമായുള്ള വിവാഹങ്ങൾ ഗോത്രങ്ങളുമായി സമാധാനം സ്ഥാപിക്കാൻ കാരണമായി. അതെ. ജുവേരിയെ വിവാഹം കഴിച്ചപ്പോൾ പ്രവാചകന്റെ ബന്ധുക്കളായ ഒരു ഗോത്രത്തെ അടിമകളാക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ 100 കണക്കിന് യുദ്ധത്തടവുകാരെ മോചിപ്പിച്ചു. അപ്പോൾ ഈ വിവാഹങ്ങളെ കേവലം എണ്ണത്തിലൊതുക്കാതെ ഓരോന്നും ഓരോ സാമൂഹിക പ്രശ്നത്തിനുള്ള പരിഹാരമായി കാണുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നത്. അതൊരു വ്യക്തിയുടെ കുടുംബജീവിതമായിരുന്നില്ല, ഒരു സമൂഹത്തിന്റെ നിർമ്മാണമായിരുന്നു. അതിന് പിന്നിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടെന്നു തോന്നുന്നു, അല്ലേ? കൃത്യമായി. നിങ്ങൾ നൽകിയ രേഖകൾ അത് അടിവരയിടുന്നുണ്ട്. മുൻകാല പ്രവാചകന്മാരെ അവരുടെ അനുയായികൾ ആരാധനാപാത്രങ്ങളാക്കിയ ഒരു ചരിത്രമുണ്ട്. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ കാണുന്നതുപോലെ. അതെ, ദൈവപുത്രനായി കാണുന്നു. ഇസ്ലാമിൽ അങ്ങനെയൊരു അതിര് കവിയൽ സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം തന്നെ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി. എന്തായിരുന്നു അത്? ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ അതിര് കവിഞ്ഞ് പുകഴ്ത്തരുത്. ഞാൻ അല്ലാഹുവിന്റെ ദാസനും ദൂതനുമാണ്. ആ വേർതിരിവ് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനം. റസൂൽ അഥവാ ദൂതൻ എന്നത് അദ്ദേഹത്തിന്റെ പദവിയെയും മനുഷ്യൻ എന്നത് അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെയുമാണ് കുറിക്കുന്നത്. അദ്ദേഹത്തെ ആരാധിക്കാനല്ല, മറിച്ച് ആദരിക്കാനും ജീവിത മാതൃകയാക്കി പിന്തുടരാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങളെല്ലാം ചേർത്തുവയ്ക്കുമ്പോൾ തെളിയുന്ന ചിത്രം ഇതാണ്. സ്നേഹം, നഷ്ടം, വേദന, ദേഷ്യം, സന്തോഷം, എല്ലാ മാനുഷികമായ അനുഭവങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയത് അദ്ദേഹത്തിന്റെ പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. അതൊരു ദൈവീകമായ അഭിനയമായിരുന്നില്ല, മറിച്ച് ലോകത്തിന് മുഴുവൻ മാതൃകയാകാൻ വേണ്ടി ജീവിച്ചു കാണിച്ച ഒരു യഥാർത്ഥ ജീവിതമായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കല്ലുകൾക്കിടയിലെ ഒരു മാണിക്യം. നിങ്ങൾ പറഞ്ഞതുപോലെ 2 സത്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ചിത്രം പൂർണ്ണമാകുന്നത്.
അദ്ദേഹം നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. അതോടൊപ്പം അദ്ദേഹം ദൈവത്തിന്റെ ദൂതനുമായിരുന്നു. ഈ രണ്ടും ചേരുമ്പോഴാണ് അദ്ദേഹം ലോകാനുഗ്രഹിയായി മാറുന്നത്. മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാതൃക നമുക്ക് പിന്തുടരാൻ സാധിക്കുന്നു. പ്രവാചകനായതുകൊണ്ട് ആ മാതൃകയ്ക്ക് ദൈവികമായ പൂർണ്ണതയും മാർഗദർശനവും കൈവരുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വയ്ക്കാം. ഒരു കേടായ ചെരുപ്പ് നന്നാക്കുന്നത് മുതൽ ഒരു ശത്രുവിനും മാപ്പ് കൊടുക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യവും വലിയൊരു പാഠമായി കാണപ്പെട്ടു എന്ന് ഈ രേഖകൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്രപുരുഷനിൽ നിന്ന് ഒരു സമ്പൂർണ്ണ മാതൃക കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കാലാതീതമായ തത്വങ്ങളെയും അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെയും നാം എങ്ങനെയാണ് വേർതിരിച്ചു മനസ്സിലാക്കേണ്ടത്?